മാത്രമേ അവസരം കൊടുക്കാവൂ, അവരിൽ നിന്ന് മാത്രമേ സ്വഭാവം സ്വീകരിക്കാവൂ. അതിലൂടെ നിങ്ങൾക്ക് വലിയ ജീവിത നേട്ടം ഉണ്ടാക്കിയെടുക്കാം. അതിന് തുടക്കം കുറിക്കുന്ന ദിവസമാകട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. തുടക്കം കുറിച്ചില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. ചില ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് സങ്കല്പിച്ച് വാടി പറന്ന് നടക്കും. പറയുന്ന കേട്ടാൽ വിചാരിക്കും ഇവനോ അല്ല. പ്രവൃത്തി 2% ഉണ്ടാവും. വാക്കുകൊണ്ട് ആവേശം കൊടുക്കുന്നതിനേക്കാൾ പ്രവൃത്തി കൊണ്ട് പ്രചോദിപ്പിക്കാൻ കഴിയണം. അതാണ് എന്റെ പ്രവൃത്തി കണ്ട് മനസ്സിലാക്കൂ എന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് വാക്കുകൾക്ക് അപ്പുറത്ത് പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കാനും കൂടുതൽ വർക്കൗട്ട് ചെയ്യാനും ഏറ്റവും കൂടുതൽ തിളങ്ങാൻ പറ്റുന്ന ഇവിടെ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രവർത്തിക്കും. ചോദ്യം, ഇവിടെ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് പിന്നെ എവിടെ പ്രവർത്തിക്കും? ഇവിടെ ഒരുപാട് കാര്യങ്ങളില്ല. ഈ പറഞ്ഞ കുറെ പ്രൊഡക്റ്റുകളില്ലേ, നേരത്തെ ലേഡിയൊക്കെ പറഞ്ഞില്ലേ, ഒരുപാട് അവസരം അവർക്ക് പറഞ്ഞില്ലേ. ഇത് ഓവറാക്കരുത്. ഉള്ളത് പറയുക, കൂട്ടിയും പറയരുത്, കുറച്ചും പറയരുത്. നല്ലതാ 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 അത് പറയരുത്. ഇതിന്റെ ഗുണമാണ് people do not purchase goods and services, they only purchase remedies and benefit. അതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ലതാ 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 നല്ലതാ. ഹെയർ ഓയിൽ മുടി വീഴ്ചയിൽ മാറും, മുടി അറ്റമ്പടില്ല അല്ലേ, ആ കാലം നില മാറും. 90 വയസ്സിലല്ല, ആ കാലം നില. ശരിയാളല്ലേ പറയൂട്ടോ 90. നിങ്ങളെ മുടി നരച്ചില്ലേ 90 വയസ്സ്. എന്റെ സോറി എന്റെ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ മുഴുവൻ മാറും. ആര് പറഞ്ഞു? ചിലർ 95 കഴിച്ചാൽ പിന്നെ മരിക്കില്ല. ആര് പറഞ്ഞു? കിടപ്പറയിലാണോ നിങ്ങളുള്ളത്? 95 കഴിച്ചോളൂ, തുള്ളി നടക്കാം. ഇതെല്ലാം ആരും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അതിനുള്ളത് പറഞ്ഞാൽ മതി, കൂട്ടി പറയണ്ട. ചിലർ ഹെയർ ഓയിൽ തേക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചീപ്പും കത്രികയും വാങ്ങി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് മുറിച്ചില്ലെങ്കിൽ നിലത്തൂടെ ഇറങ്ങി കളയും. ഉള്ളത് പോകില്ല. ചില കസന്തിയിലൊക്കെ വളരും. സകല കസന്തി കാണിക്കില്ല. പിന്നെ പറയും എന്റെ കസന്തിയിൽ വന്നില്ലല്ലോ. ഉള്ളത് പറഞ്ഞാൽ കാരണം ഉള്ള മുടി അവിടെ കിടക്കുന്നേ. ചില മുടി കിടന്നു വരികയും ചെയ്യും, എല്ലാത്തിനും വരില്ല. ഉള്ളത് പറഞ്ഞാൽ തന്നെ എത്ര റിസൾട്ട് ആവുന്നത്. ചിലതൊന്നും പറയില്ല, കൊട്ടയിൽ എത്തിയാൻ വേണ്ടിട്ട് എന്തേ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയപ്പോ ഒരു എസ്റ്റിന്റെ കൂടെ വെറുതെ ഹൗസിന് പോയത്. ആ പുതിയ ആളാണ്, ഒരു റിട്ടയർഡ് ഹാൻഡ്. അതുകൊണ്ട് മാഷ് വന്നാൽ റെഡിയോ വന്നാ തോന്നുന്നത്. അത് തോന്നൽ വന്ന അപ്പൊ അയാള് കഫ്നീന് പകുതിയായിട്ട് ഉപയോഗിച്ച് വെച്ചിരിക്കുക. ഞാൻ ഒരു കഫ്നീലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതോടെ അമ്മമ്മ വാങ്ങിച്ചാൽ തോന്നുന്നു. അപ്പൊ അമ്മമ്മ വന്ന് പറഞ്ഞു എനിക്ക് ഒടുക്കത്തെ മുട്ടുവേദനയായിരുന്നു. അത് കഫ്നീൽ ഉപയോഗിച്ചപ്പോൾ കുറച്ച് സമാധാനം ഇരിക്കുക. ഞാൻ പറഞ്ഞു നിന്നെപ്പോലുള്ള പൊട്ടമറ കിട്ടും, ഉറുമ്പ് തിന്നാത്തത് ബാക്കി. കഫ്നിൽ ചുമയ്ക്കാണെന്ന് ഇത് പറഞ്ഞു. ഒരു ലേഡി ഇങ്ങനെ വിളിക്കാൻ ഞാൻ ചേച്ചാൽ റിംഗ് ടോൺ ആണ്. അയ്യോ 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 ഞാൻ റിംഗ് ടോൺ ആവും. മാഷെന്ന് വിളിച്ചപ്പോൾ മനസ്സിലായി റിംഗ് ടോൺ അല്ലേ താല്പര്യം. എന്താണ് എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ 2 ദിവസമായി ഓരോ ടീസ്പൂൺ വീതം ചാമ്പിത്തരം കഴിക്കുന്നു. വേദനയുള്ളതെന്ന് പറഞ്ഞപ്പോ എന്റെ വീട് പറഞ്ഞു വേറെ വേദനയ്ക്ക് പറ്റും. ഞാൻ എന്താ ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്? ഞാൻ ഇനിയൊന്നും ചെയ്യണ്ട, അവിടെ ഇരുന്ന് കൊടുത്താൽ ഇരുന്നാ താനേ പോയിക്കോളൂ. ഈ ഇനി ആ പ്രദേശത്ത് എലമെന്റ്സ് എന്ന് പറയുമ്പോ അയ്യോ വയറ് വേണ്ട, എലമെന്റ്സ് ഒന്നും വേണ്ട. റോങ് സൈഡിലാ ചേർക്കുന്നത്. ഇത് ഒഴിവാക്കുക. ചില പ്രൊഡക്റ്റ് നന്നായിട്ട് പഠിക്കുക, അത് പ്രൊമോട്ട് ചെയ്യുക. വിത്ത് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു ബിലീഫ് ഉണ്ടാവും, എനിക്കും കിട്ടും. കാരണം സോപ്പ് കൊടുത്ത് പൈസ വാങ്ങിച്ചിരിക്കാത്ത നമ്മൾ കൊടുത്ത് വാങ്ങി തുടങ്ങണം, എങ്കിലേ ബിലീഫ് ഉണ്ടാവും. സേവിങ്സ് ബിലീഫ്. ആ ഹൃദയത്തോട് ചേർന്ന ബിലീഫ് ഉണ്ടല്ലോ, ഹൃദയം കൊണ്ട് ചെയ്യുമ്പോൾ ഒടുക്കത്തെ പവറായിരിക്കും. ചിലർ ചിരിക്കുന്നു, ഹൃദയം ഉണ്ടാകുമ്പോൾ നമ്മളോട് ചിരിച്ചു. ചിലർ കരഞ്ഞിങ്ങനെ തുളുമ്പുമ്പോൾ ചുണ്ട് വറയ്ക്കുമ്പോൾ നമ്മളോട് കരഞ്ഞു. കാരണം ഹൃദയത്തിൻ്റെ സ്വാധീനമുണ്ട്. ചിലർ കരയുമ്പോൾ അങ്ങനെ നമ്മൾ പറയും. കാരണം ഹൃദയത്തിൻ്റെ സമീപിക്കില്ല. വർക്ക് കൊടുക്കുമ്പോൾ ഹൃദയം കൊണ്ട് കൊടുക്കണം. ഹൃദയത്തിന് സ്വാധീന ശക്തിയുണ്ട്. ചിറകിലേക്ക് തുറക്കാനുള്ള ഈ ഹൃദയത്തിനുണ്ട്. കറക്റ്റ്. വളരെ അകലത്താണെങ്കിലും ഹൃദയ ബന്ധമുണ്ടെങ്കിലും അവിടെ കിടക്കും. അടുത്ത് വേണമെന്നില്ല. അവിടെ സംസാരിക്കുമ്പോൾ ഹൃദയം കൂടെ സംസാരിക്കണം. അവരവിടെ കിടക്കും. അതിനാദ്യം നമ്മൾ കുറച്ച് ഉപയോഗിക്കണം. ഇതിൽ രക്ഷപ്പെട്ടേ മതിയാവൂ, ഇതിൽ വരുമാനം നേടിയ സാധ്യത ഉപയോഗിക്കുക, എല്ലാം നമ്മൾ സ്വപ്നം കാണുക, അതുകൊണ്ട് പ്രവർത്തിക്കുക. അതുവഴി പറഞ്ഞു നടക്കുന്നതിനേക്കാൾ ചെയ്ത് കൊടുക്കാനാണ് നല്ലത്. കറക്റ്റ്. മുഷിയുന്നുണ്ടോ?
മുഷിഞ്ഞാലും ഞാൻ പറയും. 5 മിനിറ്റോടെ ഞാൻ നിർത്താം. നല്ലൊരു കൈ കഴിച്ചാൽ നല്ല കൈ. ഇങ്ങനെ തത്ത ഒരുപാട് സംസാരിക്കും. കിളി അല്ലെങ്കിൽ സംസാരിക്കും, പക്ഷെ ഒരിക്കലും കളവ് പറയൂല. കണ്ടതും കേട്ടതേ പറയും. മനുഷ്യൻ സംസാരിച്ചു തുടങ്ങി എന്താ പറയാന്ന് എനിക്കറിയില്ല. പക്ഷി സംസാരിക്കുമ്പോൾ കളവ് പറയില്ല, കണ്ടതും കേട്ടതേ പറയും. തത്ത പൊതുവെ പാടുന്നതും സംസാരിക്കുന്നതും തത്ത ചരിത്രമൊന്നും കേട്ടില്ലേ, പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മരക്കൊമ്പിൽ ഒരു പരുന്ത് വന്നിരുന്നു. അത് സംസാരിക്കുന്നത് ചെണ്ട. അപ്പൊ തത്ത പറയാൻ, ഈ വലിയ മരത്തിന്റെ ഉച്ചിയിലോളം പരുന്തെ നിനക്ക് പറക്കാമോ? ആ മരത്തിന്റെ ഉച്ചിയിലോളം പറക്കാമോ? ഈ താഴെയുള്ള മരത്തിന്റെ ഉച്ചിയിൽ പറക്കാമോ? അപ്പൊ പരുന്ത് ഞാൻ ഉയരമൊന്നും നോക്കാറില്ല മരത്തിന്റെ. ഞാൻ ഒന്നിന് ഉച്ചിയിലേക്ക് പോയി, മറ്റേ ഉച്ചിയിലേക്ക് 10-16 മരത്തിനെതിരെ തത്ത തടഞ്ഞു. അത് മരത്തിന് ശിഖരത്തിലിരുന്നു. പക്ഷെ അപ്പോഴാണ് യഥാർത്ഥ പറക്കൽ തുടങ്ങിയിട്ടുള്ള ആര്? പരുന്ത്. അതിങ്ങനെ വൈകി ഇങ്ങനെ പറക്കാൻ തുടങ്ങി. തത്ത തളർന്നോട് നോക്കുമ്പോൾ ആനന്ദതയിൽ പറന്നു പോകുള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ പരുന്ത് നോക്കുമ്പോൾ തത്തയില്ല. തിരിച്ച് അതേ കൊമ്പിൽ ഇരുന്നൊരു പരുന്തിനോട് ചോദിക്കുക, അല്ലെ നീ ഇത്രയും കഴിവുള്ളവനായിരുന്നു, എനിക്കറിയില്ലായിരുന്നല്ലോ, നീ ഇത്രയും മിടുക്കനായത് എന്തുകൊണ്ട് മുമ്പേ പറഞ്ഞില്ല? പരുന്ത് പറയാ, ഞങ്ങളല്ലെങ്കിലും ഒന്നും പറഞ്ഞു നടക്കാറില്ല, ചെയ്യേണ്ട സമയത്ത് ചെയ്ത് ചെയ്യേണ്ടത് ചെയ്യാനുള്ള വർഷമാണ് 2025. പറഞ്ഞിട്ടല്ല, കണ്ടിട്ടറിയണം. നിങ്ങൾ ഞാനൊരു കാര്യം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. നെഗറ്റിവിറ്റിയാണ് പറഞ്ഞത്. ചുറ്റുവട്ടത്തും നെഗറ്റിവിറ്റിയാണ്. നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അഴുക്ക് വാക്ക് ചെവിക്ക് പുറത്തായിരിക്കണം. വേണ്ടത് മാത്രം എടുക്കുക, വേണ്ടാത്തതിനെ തിരിച്ചെടുക്കേണ്ടതാണ്. ഡിസ്ട്രാക്ഷൻസ് ആണ് നമുക്ക് എല്ലാം ഉള്ളത്. മൊബൈൽ നോക്കിയാൽ, ടി വി കണ്ട, ചുറ്റുവട്ടത്ത്, ടി വിനകത്ത്, വീട്ടിനകത്ത് നെഗറ്റീവും അസൗകര്യങ്ങളും ആലോചനകളാണ്, ഡിസ്ട്രാക്ഷൻസ് ആണ് മൈൻഡിലുള്ളത്. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും കഴിവുകൾക്കും കരുത്തുള്ള കഴിവുകളിൽ ഇത് മുങ്ങിപ്പോവുകയാണ്. ഇപ്പോഴത്തെ പരാജയത്തിന് കാരണം വേണ്ടതും വേണ്ടാത്തതും തലയിൽ കയറ്റി അതിന് പ്രതികരിക്കുന്നതാണ് പരാജയത്തിന് പ്രധാന കാരണമെന്നാണ് ഇപ്പോഴത്തെ എഴുത്തുകാരും ചിന്തകൾ പറയുന്നത്. വേണ്ടത് മാത്രം സ്വീകരിക്കേണ്ടതാണ്. കരുത്തുള്ള മനസ്സെന്ന് വെച്ചാൽ എല്ലാം ഒബ്സർവ് ചെയ്യലല്ല, എല്ലാം കൺസ്യൂം ചെയ്തല്ല, വേണ്ടതിന് സ്വീകരിച്ച് വേണ്ടാത്തത് വേണ്ട എന്ന് പറയുന്ന മനസ്സാണ് കരുത്തുള്ള മനസ്സ്. അത് മാത്രം അങ്ങനെ വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇവിടെ 4 കാര്യങ്ങളാണ് വരുമാനം കിട്ടാൻ. അതുകൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ കേട്ടിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഒന്ന് ടെക്നോളജിയാണ്, സാങ്കേതിക വിദ്യയിലാണ് ഞാനുള്ളത്. ഞാൻ BMW എടുത്തതും കഴിഞ്ഞ വർഷം ഞാൻ 1.25 കോടിയുടെ പ്രോപ്പർട്ടി, 4ാമത്തെ പ്രോപ്പർട്ടി എടുത്തതും എൻ്റെ SBI അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തില്ല. ഇവിടെ ആര് സ്റ്റാർട്ട് ചെയ്താലും എന്റെ താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 12% എന്റെ ബാങ്കിൽ വരും, ക്ലീൻ അടരും. ഇന്ന് പുതിയ ഒരാൾ എന്റെ താഴെ സ്റ്റാർട്ട് ചെയ്താൽ എന്റെ ബാങ്ക് അക്കൗണ്ട് കണക്റ്റഡാണ്. ആയിരക്കണക്കിന് ആളുകൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, കർണാടകയും തമിഴ്നാടും ഒക്കെ എനിക്കുണ്ട്, അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ ബാങ്ക് അക്കൗണ്ട് കണക്റ്റഡാണ്. അവർ 12,000 എന്ത് സാധനങ്ങളും 12% എന്റെ ബാങ്കിലേക്ക് വരും. എനിക്ക് വരുമാനം കിട്ടുന്നത് എന്റെ കഴിവുകൊണ്ടല്ല, ഈ ടെക്നോളജിയിൽ ഞാൻ ഉള്ളതുകൊണ്ടാണ്. ഈ ടെക്നോളജിയിലാണ് നിങ്ങളുള്ളത്. 2 ടീം വർക്കാണ്. ഇവിടെയും എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നിട്ടുണ്ട്. ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല. ഇന്ന് കണ്ണൂർ പകരം നടക്കുന്നുണ്ട്, 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല. അവർ വിളിച്ചത് എന്റെ ടീമാണ്. എന്നെ വളർത്തുന്നത് എന്റെ ടീമാണ്. നാളെ നിങ്ങളെ വളർത്തുന്നതും നിങ്ങളുടെ ടീം അംഗങ്ങളാണ്. ടീം വർക്ക് കൊണ്ടാണ് ടെക്നോളജി ഞാൻ ടീം വർക്കാണ് വിജയിക്കാൻ കാരണം. 3 മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എനിക്കിന്ന് കണ്ണൂരിൽ 100 കണക്കിന് ആളുണ്ട്, നാളെ കോഴിക്കോട് 100 കണക്കിന് ആളുണ്ട്, മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം 600 ആൾ പങ്കെടുത്ത പ്രോഗ്രാം ഉണ്ട്. ഇതൊക്കെ അവിടെ പോലും ഞാനില്ല. ഇന്ന് ഞാൻ ഇവിടെയാണുള്ളത്. എനിക്ക് 100 ആളേക്കാൾ കഴിവുണ്ടെങ്കിലും 100 ആളെ ജോലി ചെയ്യാൻ 100 ആളുകൾ തന്നെ വേണം. ബാങ്കിൽ ഞാൻ എത്ര പൊളിച്ചാലും പൊടിയില്ല, കാരണം ഒറ്റയ്ക്ക് പൊളിച്ചാൽ എത്രയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പവർ ഇവിടെ അല്ലാതെ വേറെ കിട്ടും. ഈ മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ വരുമാനം സംഖ്യയാണ്. 4ാമത്തെ ഡ്യൂപ്ലിക്കേഷൻ അനുകരണമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടെയുള്ളവർ കരുത്തോടെ ചെയ്യും. നമ്മളെ കരുത്തോടെ ചെയ്താൽ കൂടെയുള്ളവർ കരുത്തോടെ ചെയ്യും. നമ്മൾ ടെൻഷൻ അടിച്ച് ചെയ്താൽ കൂടെയുള്ളവർ ടെൻഷൻ അടിച്ച് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ചീച്ചോട് ചെയ്യണമെന്ന് പറയുന്നത്, ആവേശമാണെന്ന് പറയുന്നത്. നെഗറ്റിവിറ്റി ഒഴിവാക്കണം. നെഗറ്റിവിറ്റി കേട്ട് 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 നമ്മുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും. എനർജി സക്കേഴ്സ് ആണ് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. നെഗറ്റീവ് കേൾക്കുമ്പോൾ എനർജി സക്കേഴ്സ് ആണ്. ശരിയാണ് പറയും, എനിക്കല്ലെങ്കിൽ ഉയരം കുറവാണ്, 2.10 കിട്ടാനുള്ള ഉയരമില്ല. ചിലർ SLCക്ക് എനിക്ക് 4 മാർക്ക് കുറവാണ്, അതുകൊണ്ട് കിട്ടൂല. ഞാൻ നാട്ടിൻ പുറത്തെ ജീവിയാണ്. ഞാൻ ചെറിയ വീട്ടിലാണ്. എൻ്റെ അച്ഛനമ്മമാർ സാധാരണക്കാരാണ്, അതുകൊണ്ട് 2.10 കിട്ടില്ല. കിട്ടാതിരിക്കാനുള്ള കാരണം നേരത്തെ, കിട്ടാനുള്ള കാരണം നോക്കി നടക്കില്ല. എനിക്ക് കിട്ടൂല.
ഡിഗ്രി ഇംഗ്ലീഷ് പഠിക്കുന്ന, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന എത്ര ആളുണ്ടാവും? PG ആണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അവർ പഠിക്കുന്നതെങ്കിൽ, ലിറ്ററേച്ചറാണ് പഠിക്കുന്നതെങ്കിൽ ബർണാഡ് ഷെയർസും ഷേക്സ്പിയറുടെ ഒരു ആർട്ടിക്കിളും വായിക്കാതെ, ബൈഹാത്താക്കാതെ, ഡ്രാമ പഠിക്കാതെ ഒരാൾക്കും MA ലിറ്ററേച്ചർ പാസ്സാകാൻ കഴിയില്ല. പാസ്സാൻ പറ്റുമോ? ഇല്ല. MA ലിറ്ററേച്ചർ പാസ്സാണെങ്കിൽ വില്യം ഷേക്സ്പിയറുടെ ആർട്ടിക്കിൾ കൊട്ടേഷൻ പഠിച്ചു ബയോഡാക്കണം. പക്ഷെ വില്യം ഷേക്സ്പിയർ ഇതുവരെ MA എഴുതിയിട്ടില്ല. മനസ്സിലായിക്കോ? എഴുതിയിട്ടില്ല. നമ്മൾ ആരാണോ എന്താണോ എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കരുത്ത് കൊണ്ട് നേടണം. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങളെ പാഠം ഉൾക്കൊള്ളാതെ നിങ്ങളെ കൂടെയുള്ളവർ ഒരിക്കലും പോകില്ല. അതുകൊണ്ട് നിങ്ങളെ യോഗ്യതയല്ല, ഈ ബിസിനസ്സിൽ നിങ്ങളെ സാധ്യതയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതുവഴി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ മനോഹരമായിട്ട് ഈ ബിസിനസ്സിനെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് എനിക്ക് സിമ്പിളായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വൈകിയവരിൽ അധികമായിട്ട് ഞാൻ പറയുന്നില്ല. ഇതൊരവസരമാണ്, ഇത് കിട്ടുക ഭാഗ്യമായിരിക്കാം. തേടിപ്പിക്കുന്നത് ബുദ്ധിയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നവൻ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാറുള്ളൂ. ഈ അവസരം ഉപയോഗപ്പെടുത്തി നിങ്ങൾ നേടിയെടുക്കുന്ന എല്ലാ നേട്ടങ്ങൾക്കും കൃത്യമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കത്തിലെത്തി കിടക്കുന്നു. ഈ ബിസിനസ് അവസരം വളരെ മനോഹരമായി MC അവതരിപ്പിച്ചത് എനർജറ്റിക് പേഴ്സണാലിറ്റി രജനി മനോജ് സാർ മേഡമാണ്. അവർ കൃത്യമായ അഭിനന്ദനം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ഈ ഒരു GPS വളരെ മനോഹരമായി പ്ലാൻ നിങ്ങളോട് അവതരിപ്പിച്ചത് എനർജറ്റിക് പേഴ്സണാലിറ്റി ശ്രീമോൾ മേഡമാണ്. അവർക്ക് കൃത്യമായ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഉപയോഗിക്കുന്നു. എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത എല്ലാവർക്കും, വൈകിയോടെ അത് കൂടുതൽ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും പ്രത്യേകിച്ച് ITC, CTC, NTC തുടങ്ങിയ എല്ലാ റാങ്ക് അച്ചീവേഴ്സിനും കൃത്യമായ അഭിനന്ദനം അർപ്പിക്കുന്നു. തന്റെ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് സഹൃദയമായ നേടട്ടെ എന്ന സതുദ്ദേശത്തോടെ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാവർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒരുപാട് തിരക്കുകൾക്കിടയിലും എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഹൃദയാശംസകൾ, വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തി നിങ്ങൾ നേടിയെടുക്കണം നേട്ടം സംശയം ഉണ്ടാക്കാം.